അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊന്നും പോരാ, ഇത്ര മതിയാകില്ല എന്ന ഒരു കാഴ്ചപ്പാടും മനോഭാവവുമാണ് നമുക്കെങ്കിൽ നമുക്ക് എത്ര ലഭിച്ചാലും നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകില്ല. നമ്മൾ വിചാരിക്കും ഇപ്പോഴുള്ള എന്റെ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ കുറച്ചുകൂടി നാം മെച്ചപ്പെട്ട് കഴിഞ്ഞാലോ വീണ്ടും നമുക്ക് ആർത്തി തീരാത്ത മനസ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ലഭിച്ചതിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അള്ളാഹുവേ, നീ എനിക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം നൽകി, എനിക്ക് ജീവിക്കുവാനുള്ള ഒരു പാർപ്പിടം നൽകി, എനിക്കും എന്റെ മക്കൾക്കും കഴിക്കാനുള്ള ഭക്ഷണം നൽകി. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവേ നിനക്കാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതിൽ സന്തോഷപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് ഒരു നല്ല വിശ്വാസിയുടെ ലക്ഷണമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൗ അന്നലി ഇബ്നി ആദം വാദിയം മിൻ ദഹബിൻ, ആദമിന്റെ മക്കൾക്ക് സ്വർണത്തിൽ നിന്നുള്ള ഒരു പർവ്വതം ലഭിച്ചാൽ, അഹബ്ബ അൻ യകൂന ലഹു വാദിയാനി, രണ്ട് പർവ്വതങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് അവർ ഇഷ്ടപ്പെടും. വലൻ യംല അഫാഹു ഇല്ല തുറാബ്, അവരുടെ വായ മണ്ണുകൊണ്ടല്ലാതെ നിറക്കപ്പെടുകയില്ല. അതായത് ഖബറിൽ കിടത്തി വായയിലേക്ക് മണ്ണ് നിറഞ്ഞാലേ അവരുടെ അത്യാഗ്രഹം അവസാനിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്.